ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻ്ററിൻ്റെ വെൽനസ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രൊഫസർ ജിബു ജോർജ് വർഗീസ്. അദ്ദേഹം ചെന്നൈ ശ്രീരാമചന്ദ്ര ഫാക്കൽറ്റി ഓഫ് സ്പോർട്സ് ആൻഡ് എക്സസൈസ് സയൻസിൻ്റെ പ്രിൻസിപ്പളായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. വെൽക്കം സർ. താങ്ക് യു സർ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ 3 സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഇനി നമുക്ക് 3 സിസ്റ്റം കൂടെ ഉണ്ട്: മസ്കുലോസ്കെലറ്റൽ, ന്യൂറോ കോഗ്നിറ്റീവ് ആൻഡ് സൈക്കോസോഷ്യൽ. സോ ഈ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം നമ്മൾ ഇത് ഇച്ചിരി വാസ്റ്റായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ അതിന് കുറച്ച് സമയമെടുക്കും. മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫ്രെയിം വർക്ക്, സ്കെലിറ്റൻ, പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായ സോഫ്റ്റ് ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓരോ ജോയിൻറ്റിനും അതിൻ്റേതായ കണക്റ്റീവ് ടിഷ്യൂ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന് വെച്ചാൽ എല്ലാ ജോയിൻറ്റിനും ഒരു ജോയിൻറ്റ് ക്യാപ്സ്യൂളുണ്ട്, ലിഗമെൻറ്റ്സ് ഉണ്ട്. പിന്നെ നട്ടെല്ല്, വെർട്ടിബ്രയ്ക്ക് ആണെങ്കിൽ നമ്മൾ ഇൻറ്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയും, അവിടെയും ലിഗമെൻറ്റ്സും ജോയിൻറ്റ് ക്യാപ്സ്യൂളും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതിനെയൊക്കെ ചലിപ്പിക്കുന്നതായ മസിൽസ് ഉണ്ട്. സോ ഇതാണ് മൊത്തത്തിൽ നമ്മൾ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ഓവറോൾ. സോ കൂടുതലും നമ്മൾ മസിലിനെയും ബോണിനെയും കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ബാക്കിയുള്ള ആ സ്ട്രക്ചേഴ്സും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. സോ എല്ലാം നമ്മൾ ജനറലൈസ്ഡ് ആയിട്ട് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയും. ബോഡിയിലുള്ള എല്ലാ സെൽസ് അതെല്ലാം ഫോം ചെയ്യുന്നത് കണക്റ്റീവ് ടിഷ്യൂസാണ്. സോ ഓരോന്നിൻ്റെയും ക്വാളിറ്റി സ്വല്പം വേരിയേഷൻസ് വരുന്നതേ ഉള്ളൂ. ചിലത് ഇച്ചിരൂടെ സ്ട്രോങ് ആയിരിക്കും, ചിലത് ബ്രിട്ടിലായിരിക്കും, ചിലത് ഇച്ചിരൂടെ ഇലാസ്റ്റിക് ആയിരിക്കും. ലിഗമെൻറ്റ്സൊക്കെ ഇച്ചിരൂടെ ഇലാസ്റ്റിക് ആയിരിക്കും. മസിലിന് അതിനേക്കാട്ടിലും ഇലാസ്റ്റിസിറ്റി കാണും. അതുപോലെ തന്നെ ഒരു മസിലിനെ ബോണുമായിട്ട് ബന്ധിപ്പിക്കുന്ന സ്ട്രക്ചറിന് നമ്മൾ ടെൻഡൻ എന്ന് പറയും. അതുപോലെ തന്നെ ബോണിൻ്റെ മൈക്രോ ലെവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും വെളിയിൽ ബോണിൻ്റെ ഔട്ടർ സർഫസ് നമ്മൾ പറയുന്നത് കോർട്ടെക്സ് എന്ന് പറയും. അതിൻ്റെ വെളിയിൽ പെരിയോസ്റ്റിയം, അങ്ങനെ പല ലേയേഴ്സ് ഉണ്ട്. അകത്തുള്ളത് ക്യാൻസലസ് ബോൺ, അത് ഇച്ചിരൂടെ ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും, പക്ഷേ അതും ബോണാണ്. അവിടുത്തെ കൺസിസ്റ്റൻസി കോർട്ടിക്കൽ ബോണിനെക്കാട്ടിലും കുറവായിരിക്കും. സോ ഇതാണ് ബ്രീഫായിട്ട് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലുക്ക്. സോ ഇവിടെ ഏജിങ് പ്രോസസ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രായം കൂടും തോറും ആക്ടിവിറ്റി കുറഞ്ഞാണ് വരുന്നത്. സോ ആക്ടിവിറ്റി കുറയുന്നതിന് ഫലമായിട്ട് ഈ ബോണിൻ്റെ സ്ട്രെങ്ത്തും കുറഞ്ഞു വരും. ബോണിൻ്റെ സ്ട്രെങ്ത്ത് കുറയാമെന്ന് വെച്ചാൽ ബേസിക്കലി ഈ ബോണിൻ്റെ ഡെൻസിറ്റി, അല്ലെങ്കിൽ നമ്മൾ ആ ബോണ് ക്രോസ് സെക്ഷനിലായിട്ട് നമ്മൾ ഒരു അസ്ഥി ക്രോസ് സെക്ഷനിലായിട്ട് കട്ട് ചെയ്താൽ, ഇപ്പോൾ അതിൻ്റെ ഔട്ടർ ഡയമീറ്റർ റിമ്മ് നമ്മളൊരു 2 മില്ലിമീറ്റർ ആണെങ്കിൽ നമ്മളത് പ്രായം കൂടി വരുമ്പോഴത്തേന് അതിൻ്റെ വ്യക്തിയുടെ ആക്ടിവിറ്റി കുറഞ്ഞു വന്നിരിക്കുകയാണെങ്കിൽ അത് വളരെ കുറഞ്ഞ് 2 മില്ലിമീറ്ററോ 2.5 മില്ലിമീറ്റർ എന്നുള്ളത് സ്ട്രക്ചർ 1 മില്ലിമീറ്ററായിട്ട് കുറയും. സോ അത് ഇച്ചിരൂടെ ബ്രിട്ടിലാകുകയാണ്. ബ്രിട്ടിൽ എന്ന് വെച്ചാൽ പൊട്ടാൻ സാധ്യതയുള്ളത്. മറ്റേത് ഇച്ചിരൂടെ വലുതായിരുന്നപ്പോൾ കൂടുതൽ ഫോഴ്സസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ഇതിപ്പോൾ ബ്രിട്ടിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിയാൻ സാധ്യതയുണ്ട്. സോ അതാണ് വൺ ഓഫ് ദ ഫീച്ചേഴ്സ് പ്രായം കൂടുന്തോറും ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുമ്പോഴത്തേന് നടക്കുന്നത്. പിന്നെ ഈ നമ്മൾ നോക്കിയാൽ ചില മെറ്റബോളിക് ഡിസോർഡേഴ്സും ഉണ്ട്. ഇപ്പോൾ ബോഡിയിലെ ഏതെങ്കിലും ഒരു മെറ്റബോളിക് സിസ്റ്റംസ് അഫക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഈ കാൽഷ്യം, ബോൺസിൽ ബേസിക്കലി കാൽഷ്യവും അതിൻ്റേതായ മൈക്രോ സ്ട്രക്ചേഴ്സുമാണല്ലോ. സോ അതൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കുറഞ്ഞു വരും. അങ്ങനെ പ്രോബ്ലംസ് വരുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ നാച്ചുറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏജിങ് പ്രോസസ്സിൽ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ബോണിൻ്റെ ഡെൻസിറ്റിയാണ് കുറയുന്നത്. ബോണിൻ്റെ തിക്നെസ് കുറയും, ഓസ്റ്റിയോപീനിയ എന്ന് പറയും. അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസും വരാൻ ചാൻസ് ഉണ്ട്. അകത്തെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ കോർട്ടിക്കൽ ബോണിൻ്റെ കൂടെ ക്യാൻസലസ് ബോൺ ഉള്ളത്, ആ ക്യാൻസലസ് ബോണിൻ്റെ ഡെൻസിറ്റിയും കുറഞ്ഞു വരും. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഡെൻസിറ്റി കുറഞ്ഞു വരുമ്പോഴത്തേന് ആൾ വളരെ ബ്രിട്ടിലായിരിക്കും. അത് പൊതുവെ. പിന്നെ ഫീമെയിൽസിനാവുമ്പോൾ മെനോപോസ് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ ബ്രിട്ടിലാകും, കൂടുതൽ ഓസ്റ്റിയോപോറോട്ടിക് ആകും, അല്ലെങ്കിൽ ഓസ്റ്റിയോപീനിയ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ മസിലിൻ്റെ മാസം കുറയുന്നത്. മസിലിൻ്റെ മാസ് കുറയുന്നതിന് സാർക്കോപീനിയ എന്ന് പറയും. സാർക്കോപീനിയ അതും ഒരു ഏജ് റിലേറ്റഡ് പ്രോസസ്സാണ്. പക്ഷെ നമുക്കതിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വ്യക്തികൾ ഈ അഡൽട്ട്ഹുഡ് കഴിഞ്ഞിട്ട്
എൽഡർലി ഏജ് കാറ്റഗറിയിലോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് 60 തൊട്ട് മേളിലോട്ട് വരുമ്പോഴത്തേന് അവർ ചെയ്തുകൊണ്ടിരുന്ന റെഗുലർ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ അവരുടെ റെഗുലർ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ മോർ ഓഫ് വർക്ക് റിലേറ്റഡ് ആയിരിക്കും. ഒരുപക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ചെയ്യാനുള്ള അവസരം കിട്ടുന്നില്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് പർട്ടിക്കുലറായിട്ടുള്ള എക്സസൈസസ്, അല്ലെങ്കിൽ അതിനുള്ള പ്രത്യേകം ആക്ടിവിറ്റീസിലോ അവർ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് I would say is very important to maintain all the other systems. ബാക്കി എല്ലാത്തിനെയും അതിൻ്റെ ഫങ്ഷനിങ് കൊണ്ടുവരാനായിട്ട്. കാരണം നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് തന്നെ മൂവ്മെൻ്റ് ആണ്. സോ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളത് ബേസിക് കോമ്പോണൻസ് എന്ന് പറയുന്നത് മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റമാണ്. അത് പ്രോപ്പർ ആയിരുന്നാലാണ് നമുക്ക് മൂവ്മെൻറ്റ് പ്രോബ്ലം വരാതിരിക്കുന്നത്. സോ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ സിസ്റ്റംസും അതിൻ്റേതായ ടാസ്ക്, അതിൻ്റേതായ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ വെൻ ദർ ഇസ് മൂവ്മെൻറ്റ് യു ഹാവ് ടു ഹാവ് ബ്രെയിനിൻ്റെ ഫങ്ഷൻ കൂടണം, നെർവ്സിൻ്റെ ഫങ്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, അതേപോലെ തന്നെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ലങ്സിൻ്റെ ഫങ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതെല്ലാം ഫങ്ഷൻ ആകുമ്പോഴത്തേന് മെറ്റബോളിക് ഫങ്ഷൻസ്, മറ്റ് ഡൈജസ്റ്റീവ് ഓർഗൻസ്, എൻഡോക്രൈൻ ഓർഗൻസ്, എക്സ്ക്രീറ്ററി ഓർഗൻസ്, ഇതെല്ലാം ഇതിൽ ഇൻവോൾവ് ആകും. പക്ഷേ അതേ സമയത്ത് മസ്കുലോ സ്കെലിറ്റൽ കോമ്പണൻറ്റ് ഷട്ട് ഡൗൺ ആയിക്കഴിഞ്ഞാലോ ആക്ടിവിറ്റി റെഡ്യൂസ് ആയിക്കഴിഞ്ഞാൽ ഈ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത പോലെ ബ്ലഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ ബോഡി കോമ്പോസിഷൻസിൽ ഓൾട്രേഷൻസ്, ചേഞ്ചസ് വരും. അത് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സിസ്റ്റത്തിനെയും അത് കയറി അഫക്റ്റ് ആകാം. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, നമ്മുടെ ഈ ഹാർട്ടിൽ ബ്ലോക്ക് വന്നു, ഹാർട്ടിൽ ബ്ലോക്ക് വരുന്നത് അതെറോസ്ക്ലീറോസിസ്. സോ ദാറ്റ് ഈസ് ഓൾസോ ബേസിക്കലി it can be because of lifestyle modification. എക്സസൈസ് കുറച്ച് കഴിഞ്ഞാൽ അത് വരാം. അതുപോലെ തന്നെ എൻഡ്യൂറൻസ് കപ്പാസിറ്റി, ഒരു വ്യക്തിയുടെ എൻഡ്യൂറൻസ് കപ്പാസിറ്റി. പണ്ടൊക്കെ എനിക്ക് കുറേ ദൂരം നടക്കാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ അതുപോലെ നടക്കാൻ പറ്റുന്നില്ല. നടന്നാലേ എനിക്ക് ശ്വാസം മുട്ടുകയാണ്, അല്ലെങ്കിൽ കിതപ്പ് വരുമെന്ന് പറയും. സോ അതൊക്കെ അതിൻ്റെ കാരണം ബേസിക്കലി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തി നടക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു. അപ്പോൾ ആ ലങ്സിൻ്റെ കപ്പാസിറ്റി അവിടെ അത് കാരണം കുറയുകയാണ്. അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തത് കാരണം ഇപ്പോൾ നമ്മൾ ബ്രെയിനിൻ്റെ ഫങ്ഷൻ പോലെ, നമ്മൾ അടുത്ത കോമ്പണൻറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയും, നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ് പോലും കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ആ ഒരു ലിമിറ്റേഷനിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ആയി വരും. നമ്മൾ മൂവ്മെൻറ്റ് കുറച്ച് വരികയാണെങ്കിൽ എന്നെ കൊണ്ട് ഇത്രേ പറ്റുന്നുള്ളൂ, ആ വ്യക്തി ഡീമോട്ടിവേറ്റഡ് ആവുകയാണ്, ചെയ്യാതിരിക്കും. പിന്നെ ഒരു ഡീറ്റീരിയറേറ്ററി ഫേസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ കഴിവതും നമ്മുടെ മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം ഹെൽത്തി ആയിട്ട് വെച്ച് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. സോ അതിന് നമ്മൾ ബേസിക്കലി ചെയ്യാറുള്ളത് പ്രോഗ്രസീവ് റെസിസ്റ്റഡ് എക്സസൈസ് എന്ന് പറയും. അതിനാവശ്യമായ എക്സസൈസ് ബേസിക് സെൻസിൽ, ഇപ്പോൾ നമ്മൾ സ്റ്റെപ്സ് കയറുകയെന്ന് വെച്ചോ, സ്റ്റെയർ കേസ് കയറുമ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് പൊക്കുന്നുണ്ടോ? പക്ഷെ പൊക്കുന്നുണ്ട്. കാരണം നമ്മുടെ ബോഡി വെയിറ്റ് തന്നെ ഒരു വെയിറ്റാണ്. ഒരു വ്യക്തിക്ക് ഒരു 60 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റെപ്പ് സപ്പോർട്ട് ഇല്ലാതെ കയറുകയാണെങ്കിൽ നമ്മുടെ കാലിൽ ആ 60 കിലോ പൊക്കിക്കൊണ്ടാണ് കയറുന്നത്. വേണമെങ്കിൽ മൈനസ് കാലിൻ്റെ മുട്ടിന് അടിയിലോട്ടുള്ള വെയിറ്റ് മൈനസ് ചെയ്യാം. പക്ഷേ അതിന് മുകളിലോട്ടുള്ള വെയിറ്റ് നമ്മൾ പൊക്കിയാണ് മുകളിലോട്ട് കയറുന്നത്. മനസ്സിലായോ? സോ അപ്പോൾ ആ വെയിറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ അസ്ഥിയുടെ മേലും, പിന്നെ അതിന് ആ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫ്ലഷ് ഈ മസിൽസിൻ്റെ മേലിലും അതിൻ്റേതായ ഇമ്പാക്റ്റ് ഉണ്ട്. സോ അത് തന്നെ ഒരു സ്ട്രോങ് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അത് റെഗുലറായിട്ട് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ റെഗുലർ ആക്ടിവിറ്റി ഉള്ളവർക്ക് അതെന്നും മെയിൻറ്റെയിൻ ആയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അതേപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ മോഡിഫൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ഒരുപക്ഷെ വാഷിംഗ് മെഷീന്, ഡിഷ് വാഷർ, പിന്നെ മിക്സി, ഗ്രൈൻഡർ, പിന്നെ ചോപ്പേഴ്സ്, ഇതൊക്കെ ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണ് അല്ലേ? സോ അങ്ങനെ വരുമ്പോഴത്തേന് പണ്ടത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയായിരുന്നു ഒരു സ്ത്രീക്കെന്ന് പറയുന്ന ഒരു മേജർ ഫിസിക്കൽ ആക്ടിവിറ്റി ഇതായിരുന്നു. സോ അന്നത്തെ കാലത്ത് നമ്മൾ ഈ മെനോപോസൽ മസ്കുലോ സ്കെലിറ്റൽ സിംറ്റംസ് ഒന്നും കേട്ടിട്ടേ ഇല്ല അധികം. കാരണം എല്ലാ സ്ത്രീകളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ നെല്ല് കുത്തുക എന്ന് പറഞ്ഞാൽ
അത് കൈക്കൊക്കെ വലിയൊരു ആക്ടിവിറ്റി ആയിരുന്നു അത്. അതുപോലെ തന്നെ മാവാട്ടുക എന്ന് പറയുന്ന അരിയുടെ മാവാട്ടുക എന്ന് പറയുന്നത് അതൊരു വലിയ ആക്ടിവിറ്റി ആയിരുന്നു. മുമ്പോട്ട് കുനിയുക, കൈയിട്ട് കറക്കുക, സ്പൈനായാലും കാല് നീട്ടി താഴെ ഇരുന്നുകൊണ്ട് മുമ്പോട്ട് കുനിഞ്ഞിട്ട് ആട്ടിക്കൊണ്ടിരിക്കണ്ടേ, നല്ല മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ തൈരിൽ നിന്ന് ബട്ടർ എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അല്ലേ, അതിനെന്താ പറയുന്നത്, തൈര് കടയാന്ന് പറയും. ഫുൾ തൊറാസിക് സ്പൈൻ്റെ ഒരു ഫുൾ റൊട്ടേഷനാണ് കിട്ടിക്കൊണ്ടിരുന്നത്. സോ ആ ഒരു പ്രോസസ്സിൽ നിന്നെല്ലാം നമ്മൾ കുറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ മിറ്റം തൂക്കുക, മിറ്റം തൂക്കുന്നവർ കുനിഞ്ഞ് തൂക്കുന്നവരുമുണ്ട്, തറയിൽ ഇരുന്ന് തൂക്കുന്നവരുണ്ട്, ഇരുന്ന് നടന്ന് തൂക്കുന്നവരുണ്ട്. അപ്പോൾ ഇരുന്ന് നടക്കുക എന്ന് പറയുന്ന യൂട്രസിന് ഒരു വലിയൊരു എക്സസൈസ് ആയിരുന്നു അത്. യൂട്രസും ആ ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഒരു വലിയൊരു എക്സസൈസ് ആയിരുന്നു അത്. സോ ഇന്നത്തെ കാലത്ത് നമ്മൾ അതുപോലെ ഒരു ആക്ടിവിറ്റീസേ ഇല്ല. ഓഫ്കോഴ്സ് നമ്മളെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു, ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആവുന്നു, പക്ഷേ അത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടില്ല. ആ ആക്ടിവിറ്റീസ് റീപ്ലേസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പകരം നമ്മൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് മൊത്തത്തിൽ അങ്ങ് ഉപേക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് ഒരു റീപ്ലേസ്മെൻ്റ് ഇല്ല. ഇന്ന് അതിൻ്റേതായ അവയർനെസ്സൊക്കെ വന്നിട്ട് വുമൺസ് ഹെൽത്ത് എന്നുള്ള ഫീൽഡ് വന്നു. വുമൺസ് ഹെൽത്ത്, ഫിസിയോതെറപ്പി ഇൻ വുമൺസ് ഹെൽത്ത്, അല്ലെങ്കിൽ എക്സസൈസസ് ഇൻ വുമൺസ് ഹെൽത്ത് എന്നൊക്കെ വന്ന് വേറെ രീതിയിൽ അതിപ്പോൾ വേറെ ഒരു ഫേസ് ലിഫ്റ്റോടെ അതേ ആക്ടിവിറ്റി തിരിച്ച് നമ്മുടെ സൊസൈറ്റി തന്നെ വരുന്നുണ്ട്. കുറേ അവയർനെസ് പ്രോഗ്രാമും അതുമൊക്കെ. പക്ഷേ അതൊക്കെ ഫാമിലിയിലോട്ട് ഒരു വ്യക്തിയിലോട്ട് ഇൻകൾക്കേറ്റ് ആകാനായിട്ട് ഇനിയും കുറച്ച് സമയം എടുക്കും. കാരണം അത് ഓരോ ജനറേഷനും അത് അക്സെപ്റ്റായി വരണം. കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ കഴിഞ്ഞ ആൾക്കാരൊന്നും അത് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ജനറേഷൻ ആൾക്കാർ ചെയ്തത് പലതും ഇന്നത്തെ ജനറേഷൻ ചെയ്യുന്നില്ല. നോർമലായിട്ടുള്ള ഹൗസ് ഹോൾഡ് വർക്ക്സ് പോലും ചെയ്യുന്നില്ല അല്ലേ. സോ അങ്ങനെയുള്ള ഡിസ്ഫങ്ഷൻസ് കൂടുതലുണ്ട്. അങ്ങനെയൊക്കെ വർക്ക് കുറച്ചുകൊണ്ട് തന്നെ ആകുന്നത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ കുറഞ്ഞു. അതിന് പകരം പല മെറ്റബോളിക് ഡിസോർഡേഴ്സ് വരുന്നു, ഗൗട്ട്, ഡയബറ്റീസ്, ഇങ്ങനെ മെറ്റബോളിക് പ്രോബ്ലംസ് ഓരോന്നായിട്ട് ഇങ്ങനെ ആഡ് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തിക്ക്. അതിന് പകരം നമ്മൾ എന്താണ് എടുക്കുന്നത്, നമ്മൾ പല മെഡിക്കേഷൻസ് എടുക്കും. ആ മെഡിക്കേഷന് സിംറ്റം മോഡിഫിക്കേഷനാണ് ഒരു പരിധി വരെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നില്ല. റൂട്ട് കോസ് ഒന്ന് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. പിന്നെ ഇതിങ്ങനെ ഒരു 10, 15, 20 ഇയേഴ്സ് അങ്ങോട്ട് താഴോട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ മൊത്തത്തിൽ അങ്ങ് കുറഞ്ഞു വന്നിട്ട് അഡൽട്ട്ഹുഡിൽ തന്നെ നമ്മളൊരു എൽഡർലി ലൈഫ് സ്റ്റൈലിലോട്ട് പോവുകയാണ്. അപ്പോൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒരിടത്ത് ഇരിക്കുക, വർക്ക് ചെയ്യുക, പിന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കുക, കാർ എടുക്കുക അല്ലെങ്കിൽ ബൈക്ക് എടുക്കുക, വീട്ടിലോട്ട് പോവുക. അവിടെയും മാക്സിമം സെഡൻറ്ററി ആകുക. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നു, മെൻ്റലി ഫറ്റീഗ്ഡാണ്, ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ വയ്യ, ഒന്ന് ന്യൂസ് പേപ്പർ വായിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും TV പ്രോഗ്രാംസ് കാണും, പിന്നെയും ഡിന്നറിന് പോവുകയാണ് അല്ലേ. ആ ഡിന്നറിന് പോകാനുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ടോ, അതൊന്നും നമ്മൾ ആലോചിക്കത്തില്ല. പക്ഷെ നമ്മളൊരു ട്രഡീഷൻ പോലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ നമ്മൾ മൂന്നും ഇൻവോൾവ് ആവും. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ സ്നാക്സും എടുത്തുനിന്നിരിക്കും. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് നമ്മൾ കൂടുതൽ ഇൻടേക്ക് ചെയ്യുകയാണ്, ബോഡി കോമ്പോസിഷൻ മാറുകയാണ്, ഫാറ്റ് കണ്ടൻറ്റ് കൂടുകയാണ്, ബോഡി വെയിറ്റ് കൂടുന്നു. അപ്പോൾ ബോഡി വെയിറ്റ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റത്തിലോട്ട് കൂടുതൽ വെയിറ്റ് കൊടുക്കുക, കൂടുതൽ റെസിസ്റ്റൻസ് കൊടുക്കുകയാണ്. സോ ഓൾറെഡി അവിടെ വെയിറ്റ് നമ്മുടെ മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റം നമ്മൾ അത്രയും യൂസ് ചെയ്യുന്നില്ല. സോ അത് കാരണം അതിൻ്റേതായ വീക്ക്നെസ് അതിന് ഓൾറെഡി ഉണ്ട്. സോ അതിന് ഓൾറെഡി വീക്ക്നെസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ പുറത്ത് നമ്മൾ കൂടുതൽ വെയിറ്റ് എടുത്ത് വെക്കുകയാണ്. മനസ്സിലായോ? സോ അങ്ങനെ കൂടുതൽ വെയിറ്റ് എടുത്ത് വെക്കുമ്പോൾ ഇത് അതിൻ്റേതായ ചേഞ്ചസ് വരും, അതിൻ്റേതായ ഡീജനറേറ്റീവ് പ്രോസസ്സ് വരും. അതാണ് നമ്മൾ പിന്നീട് ആർത്രൈറ്റിസ് എന്ന് നമ്മൾ പറയുന്നത്. ഡോക്ടേഴ്സ് പറയുന്നത് ഇപ്പോൾ ജോയിൻറ്റിന് ആർത്രൈറ്റിസ് ആയി ഒത്തിരി തേയ്മാനമായിട്ടുണ്ട്, ഇനി അത് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് കറക്റ്റ് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, റീപ്ലേസേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ആർട്ടിഫിഷ്യൽ റീപ്ലേസ്മെൻറ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഒത്തിരി അഡ്വൈസസ് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി റീപ്ലേസ്മെൻറ്റ് സെൻറ്റേഴ്സും കൂടുന്നുണ്ട്. പക്ഷേ ചിലർ പറയും അത് ഓവർ യൂസ് കാരണമാണെന്ന്. പക്ഷേ ഈ ഓവർ യൂസ് എന്നുള്ള ടെർമിനോളജി വളരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ്. കാരണം നമ്മൾ ഇന്നും നമുക്ക് നമ്മുടെ ഇടയിലൊക്കെ കാണാം കർഷകർ ശരിക്കും ഈ കൃഷി കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാർ,
അവർ ഒരു ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ വേദനയ്ക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു മുട്ടിൻ്റെ എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ട് ഒരു തേയ്മാനത്തിൻ്റെ ഒരു സിംറ്റമും ഇല്ലാത്ത ഒരു സൈനും ഇല്ലാത്ത ഒരു എക്സ്റേ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള വ്യക്തികളിൽ. അവിടെ അതിൻ്റെ റീസൺ എന്താണ്? ഓവർ യൂസ് എന്ന് പറഞ്ഞാൽ അമിതമായി യൂസ് ചെയ്തെന്നാണ് എൻ്റെ വാക്കിൻ്റെ അർത്ഥം. പക്ഷേ അവരെക്കാട്ടിലും ആരെങ്കിലും, ഒരു കർഷകനെക്കാട്ടിലും ആരെങ്കിലും അവരുടെ മുട്ടോ അവരുടെ ജോയിൻസോ യൂസ് ചെയ്യാറുണ്ടോ? അതും ഒരു ഇതുപോലെ ഒരു ടൈൽഡ് സർഫസ് അല്ല, ഒരു നമ്മൾ സാധാരണ വീട്ടിലൊക്കെ നടക്കുന്ന ടൈൽഡ് സർഫസ് ആണല്ലോ, അതുപോലെ ടൈൽഡ് സർഫസ് പോലും അല്ല, മൊത്തം ഈ കുഴഞ്ഞു കിടക്കുന്ന ഭൂമിയിലാണ് അവർ നടക്കുന്നത് അല്ലേ. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നടക്കുന്ന ഒരു വ്യക്തിയെക്കാട്ടിലും കൂടുതലായിട്ട് ഇവിടെ ആരും ആക്ടിവിറ്റി ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് നല്ല ജോയിൻസ് ഉണ്ടെങ്കിൽ, ഒരു ആർത്രൈറ്റിക് ചേഞ്ചസും ഇല്ലാത്ത, ഒരു ഡീജനറേഷനും ഇല്ലാത്ത ജോയിൻസ് ഉണ്ടെങ്കിൽ, അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം ഓവർ യൂസ് അല്ല, വേറെ ഒരു പ്രോബബിൾ റീസൺ ആയിരിക്കും. സോ ആ റീസൺ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് അഗെയിൻ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മുടെ ബോഡിയുടെ ഒരു ബേസിക് സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ, ഇപ്പോൾ നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, അനാറ്റമി പഠിക്കുന്ന ഒരാൾക്ക് ശരിക്കും മനസ്സിലാക്കാം അത് എത്ര മൈന്യൂട്ടായിട്ട്, എത്ര പ്രിസൈസ് വിത്ത് ലോട്ട് ഓഫ് പ്രിസിഷനാണെന്ന് മനുഷ്യൻ്റെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഷോൾഡർ എടുത്തു കഴിഞ്ഞാലോ ഹിപ്പ് എടുത്തു കഴിഞ്ഞാലോ അതൊരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, മൾട്ടി ആക്സിയൽ ജോയിൻ്റ് എന്ന് പറയും. എല്ലാ ഡയറക്ഷനിലോട്ടും പോകാൻ, ഓൾമോസ്റ്റ് എല്ലാ ഡയറക്ഷനിലും തിരിയാൻ പറ്റുന്ന ജോയിൻ്റായിട്ട് കരുതുന്നത് ഈ രണ്ട് ജോയിൻറ്റ്സ് ഓൾമോസ്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ ആംഗിളിനും ഓരോ മസ്കുലർ ഫോഴ്സ് വേണം ആ ഡയറക്ഷനിലോട്ട് പോകണമെങ്കിൽ. അപ്പോൾ ഈ കാണുന്ന ജോയിൻറ്റിന് ചുറ്റും മസിൽസ് ഉണ്ട്, പോക്കറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് മസിൽസ്. ഒരേ മസിലല്ല, പല മസിൽസ് ഉണ്ട്. അതിൽ വലിയ ലാർജ് മസിൽസ് ഉണ്ട്, ചെറിയ ചെറിയ മസിൽസും മാംസങ്ങളും ഉണ്ട്, മസിൽസും ഉണ്ട്. ആ ചെറിയ മസിൽസ് ആയിരിക്കും ചിലപ്പോൾ ഒരു ചെറിയ ഡയറക്ഷൻ തിരിച്ചു കൊടുക്കുന്നത്. സോ നമ്മൾ പലപ്പോഴും ഈ അനാറ്റമി പഠിക്കുമ്പോൾ പോലും, അനാറ്റമി പഠിക്കുന്നവർ പോലും അതിനെയൊക്കെ ഇഗ്നോർ ചെയ്ത് കളയും. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ലാതെ ദൈവം അതവിടെ വയ്ക്കത്തില്ല. സോ അങ്ങനെയുള്ള മസിൽസ് പലപ്പോഴും ഇങ്ങനെയുള്ള സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആൾക്കാരിൽ പലപ്പോഴും ഇന്നാക്റ്റീവായിട്ടിരിക്കുകയാണ്. സോ അതിന് കാരണമാണ് ഈ ജോയിൻറ്റ് മൂവ് ആകുമ്പോൾ പോലും ഇംപ്രോപ്പറായിട്ടാണ് മൂവ് ആകുന്നത്. ആദ്യം നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോയിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്ത്, ആ മസിൽസിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്ത് ആ ജോയിൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ജോയിൻറ്റിന് ഈ പറയുന്ന ഓവർ യൂസ്, സോ കോൾഡ് ഓവർ യൂസ് പ്രോബ്ലംസ് വരാതിരിക്കും. അതാണ് ഈ കർഷകരൊക്കെ ചെയ്യുന്നത്. അവർക്ക് കോർ സ്ട്രെങ്ത് വളരെ സ്ട്രോങ് ആണ്. ഇപ്പോൾ ഈ സെഡൻറ്ററി ആയിട്ട് ഇവൻ ഈ ജിമ്മിൽ പോയി ചില ബോഡി ബിൽഡേഴ്സിന് പോലും അവരെ വെളിയിൽ നിന്ന് കാണാനായിട്ട് ഭയങ്കര ബോഡിയാണ്, ഭയങ്കര മസിലാണ്, ബൾക്കാണ്. പക്ഷേ അവരുടെ കോർ സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീക്കായിരിക്കും. മനസ്സിലായി? സോ ഇങ്ങനെ പ്രായം കൂടുന്ന ഒരു വ്യക്തിക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ ഒന്ന് നടക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഒരു സ്റ്റെപ്പ് മിസ്സാകുന്നു, വീഴാൻ പോകുമ്പോൾ ഓഫ് കോഴ്സ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. റിഫ്ലെക്സ് എന്ന് വെച്ചാൽ ഉടനെ കൈ എവിടെയെങ്കിലോട്ട്, അവരിപ്പോൾ ഒരു അറിയാതെ കൈ നീട്ടിയിരിക്കും എവിടെയെങ്കിലും കയറി പിടിക്കാനായിട്ട്. അത് റിഫ്ലെക്സ്, അത് ബ്രെയിനിൻ്റെ ഫങ്ഷൻ, സ്പൈനൽ കോഡ് ലെവലിലുള്ള ഫങ്ഷൻ. പക്ഷെ ആ റിഫ്ലെക്സ് മെസ്സേജ് പോകുമ്പോൾ റിയാക്ട് ചെയ്യാനുള്ള മസിലിൻ്റെ ആ സ്പീഡ്, മസിലിൻ്റെ കൺട്രാക്ഷൻ്റെ സ്പീഡ്, ആ കൈ പോയി എവിടെയെങ്കിലും പോയി ഇടിച്ച് പൊട്ടാതെ ഭദ്രമായിട്ട് പോയി ഹോൾഡ് ഓൺ ചെയ്യാനുള്ള കഴിവ്, അതെല്ലാം മസ്കുലോസ്കെൽറ്റൽ കോമ്പണൻറ്റ് വരും. സോ അതിനെപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നമ്മൾ പ്രത്യേകിച്ച് പ്രായമായവർ അതിനൊക്കെ പ്രിപ്പയർഡായിട്ടിരിക്കണമെന്നുള്ളത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റത്തിന് ശ്രദ്ധ കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതാണ് ബേസിക്കലി ഈ മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുപോലെ വാട്ട് എവർ ഇസ് എ സ്മോളർ മൂവ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ എക്സസൈസ് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് പോണേ? ഇപ്പോൾ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോകും, മെഡിക്കൽ ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോകും, അല്ലെങ്കിൽ ഒരു സർജൻ്റെ അടുത്ത് പോകും. പക്ഷേ പലപ്പോഴും പല ആൾക്കാരും ചിന്തിക്കാത്ത കാര്യം, അവർക്കറിയത്തില്ല, അവർക്ക് അതിനുള്ള അവയർനെസ് ഇതുവരെ നമ്മുടെ സൊസൈറ്റിയിൽ അത്രയും വന്നിട്ടില്ല. സോ അതുപോലെ തന്നെ ഐ വുഡ് സേ ഈവൻ ചില എക്സസൈസ് പ്രിസ്ക്രിപ്റ്റേഴ്സ് പോലും അതിനെക്കുറിച്ച് അത്രയും നോളജബിൾ അല്ല.
സോ അങ്ങനെയുള്ള നമ്മളൊരു നല്ല എക്സസൈസ് പ്രിസ്ക്രിപ്റ്ററിനെയോ ഇല്ല ഫിസിയോതെറപ്പിസ്റ്റിനെയോ ഓക്കുപേഷണൽ തെറപ്പിസ്റ്റ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ അത് കാണാനും ഇഷ്ടംപോലെ ആപ്സ് പോലും ഉണ്ട്. സോ അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഫോളോ ചെയ്യാനും നമുക്ക് എളുപ്പമായിരിക്കും. സോ ഇങ്ങനെ പ്രായമുള്ളവർക്ക് അതിൻ്റേതായ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ട കാലഘട്ടം വളരെ അടുത്തിരിക്കുന്നു. അതും പ്രത്യേകിച്ച് ഈ ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്ററിൻ്റെ ഒരു വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സും അതാണ്. സോ പ്രായമായവർക്ക് അവരുടേതായ റിസ്ക് ഫാക്ടേഴ്സ് കുറച്ച് കൊടുക്കുക, അവരെ എത്രയും നാളത്തേക്ക് അവരെ ഹെൽത്തി ആയിട്ട് വെക്കുക, എത്രയും നാളത്തേക്ക് അവരെ ഈ വീഴ്ചയിൽ നിന്നും ഫോൾസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നു അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കുക. അതൊക്കെയാണ് ഈ ബേസിക്കലി ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്ററിൻ്റേതായ ഒരു ഒബ്ജക്റ്റീവ്. സാർ, ഇപ്പോൾ ന്യൂറോ കോഗ്നിറ്റീവ് ഫങ്ഷൻ ന്യൂറോ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ മസ്കുലോസ്കെറ്റൽ കോമ്പണൻ്റ് ഒന്ന്, അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ഒരു റെസ്പോൺസ് ടൈം എന്ന് പറയും. ന്യൂറോ സ്ട്രക്ചേഴ്സ് എന്ന് പ്രത്യേകം എടുത്തു പറയാനാണെങ്കിൽ ബ്രെയിനുണ്ട്, ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവ്സ് ഉണ്ട്, പെരിഫറിയിൽ നിന്ന് പെരിഫറിയിൽ നിന്ന് കയ്യിൽനിന്നോ കാലേന്നോ ഒക്കെ മേളിലോട്ട് പോകുന്ന ബ്രെയിനിലോട്ട് പോകുന്ന നെർവ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ മേളിലോട്ട് പോകുന്നതും താഴോട്ട് പോകുന്നതും അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് രണ്ടും ഉണ്ട്. ഓക്കെ. സോ ഈ അസെൻഡിങ്ങിൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ സെൻസിനും റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഒരിടത്ത് തൊടുവാണെങ്കിൽ അത് അവിടെ തണുത്തിരിക്കുകയാണോ ചൂടായിരിക്കുകയാണോ അറിയിക്കാൻ ഒരു റിസപ്റ്റാറുണ്ട്. മനസ്സിലായി? അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഒരു സാധനത്തെ തൊടുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്തുവാന്ന് ഫീഡ്ബാക്ക് തരാനും റിസപ്റ്റാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലോട്ട് ഒരു വെയിറ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇത് വെയിറ്റുള്ള സ്ട്രക്ചറാണോ, ഒരു അപ്രോക്സിമേറ്റ് വെയിറ്റ് എനിക്ക് അറിയാനുള്ള കേപ്പബിലിറ്റി എൻ്റെ കയ്യിലുണ്ട്. അതിനായിട്ട് ഉള്ള റിസപ്റ്റാർസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്തോട്ട് നോക്കുമ്പോൾ, ഇപ്പോൾ റിയയുടെ ഫേസ്, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് എൻ്റെ കണ്ണിലുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ അത് സൗണ്ട് വേവ്സ് പിടിച്ചെടുക്കുന്ന റിസപ്റ്റേഴ്സ് എൻ്റെ ചെവിയിലുണ്ട്. സോ അങ്ങനെ നമ്മളൊരു എന്തെങ്കിലും കോഫി പൗഡർ മണക്കുമ്പോൾ കോഫി പൗഡറാണ് തിരിച്ചറിയുന്നത്, അതിനൊരു റിസപ്റ്റാറുണ്ട്. ആ സ്മെല്ല് ബ്രെയിനിലോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ആ കാണുന്ന കാഴ്ച ബ്രെയിനിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള നെർവ്സ് ഉണ്ട്. തൊടുമ്പോൾ ആരെങ്കിലും വന്ന് നമ്മളെ പിൻവെച്ച് കുത്തുമ്പോൾ വേദന അറിയുന്നു, വേദന അറിയാനുള്ള റിസപ്റ്റേഴ്സും ഉണ്ട്. ഇങ്ങനെ ഈ പല റിസപ്റ്റേഴ്സും നമ്മുടെ ബോഡിയിലുണ്ട്. ആ ഓരോ റിസപ്റ്റേഴ്സും നമ്മുടെ ബ്രെയിനിലോട്ട് ഇതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കും. എന്നിട്ട് ആ ഇൻഫർമേഷൻ അവിടെ പ്രോസസ്സ് ആകണം. പ്രോസസ്സാകുന്ന ഒരുപക്ഷെ ഇപ്പോൾ ഞാൻ പൂച്ച ഇതുവരെ കാണാത്ത വ്യക്തിയാണെങ്കിൽ ആദ്യമായിട്ട് കാണുമ്പോൾ ഇതെന്താണിത്, ആദ്യമായിട്ട് കാണുവാണല്ലോ എന്ന് ഞാൻ ആലോചിക്കും. ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരും അത് പൂച്ചയാണെന്ന്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുക, ഓക്കെ ഇതാണ് പൂച്ച. അപ്പം അങ്ങനെയാണല്ലോ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ബുക്ക് എടുത്ത് കാണിച്ചിട്ട് സി ഫോർ ക്യാറ്റ്, ഇതാണ് ക്യാറ്റ്. നാളെ ആ ഒരു ക്യാറ്റ് അതുവഴി നടന്നു പോകുമ്പോൾ പിള്ളേർ പറയുക ക്യാറ്റ്. അപ്പോൾ ആ പ്രോസസ്സിംഗ് ആണ് അവിടെ നടക്കുന്നത്. സോ അങ്ങനെയുള്ളൊരു ഐഡിയ ആണ് നമ്മുടെ മൈൻഡിലുള്ളത്. ഇപ്പോൾ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നു, പുതിയൊരു നാട്ടിലേക്ക് പോകുന്നു. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ യൂറോപ്പ് കാണുന്നു, യൂറോപ്പിലൊരു പ്രത്യേക സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ സ്പെയിനിലോട്ട് പോകുന്നു, സ്പെയിൻ കണ്ടു. ഓക്കെ, സ്പെയിനിലൊരു സിറ്റി കണ്ടു, ഒരു സിറ്റിയിൽ നമ്മളെ പ്രത്യേകം ആകർഷിച്ച ഒരു സ്ഥലമുണ്ട്. അത് പിന്നീട് നമ്മുടെ മനസ്സിൽ കാണും. നാളെ അതിൻ്റെ ഒരു ഫോട്ടോ കണ്ടാലും നമുക്ക് ഓർക്കും, ആ ശരിയാണല്ലോ ഇത്. അപ്പോൾ ആ പ്രോസസ്സിങ് നടക്കുന്നത് നമ്മുടെ ബ്രെയിനിലാണ്. കോഗ്നിറ്റീവ് ഫങ്ഷൻ എന്ന് പറയും. നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് നമ്മളിപ്പോൾ അതിനെ റിലേറ്റ് ചെയ്യുന്നു. അതാണ് കോഗ്നിറ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ പല എക്സാമ്പിൾസ് ഉണ്ട്. അറ്റൻഷന്, മെമ്മറി, നമ്മുടെ പഴയ മെമ്മറീസ്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, കണക്ക് കൂട്ടുക, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിന് പ്ലാൻ ചെയ്യുക. ഇന്നത്തെ ദിവസം, ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നത്, അത് ഹയർ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എന്ന് പറയും ബ്രെയിനിൻ്റെ. അതുപോലെ തന്നെ അതിനൊരു ഡിസിഷൻ മേക്കിംഗ്. ആദ്യം ഞാൻ ഗ്രോസറി സ്റ്റോറിൽ പോകണോ അതോ റേഷൻ കടയിൽ പോകണോ, അല്ലെങ്കിൽ ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണോ, അതെങ്ങനെ പ്ലാൻ ചെയ്യുന്നത്, പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, അതിന് റീസണിങ്. എന്തുകൊണ്ടാണ്, ഏതാണ് അടുത്തുള്ളത് ആദ്യം പോകുന്ന വഴിക്ക് തന്നെയാണ് ഇലക്ട്രിസിറ്റി ഓഫീസ്, എന്നാൽ ഞാൻ ആദ്യം അവിടെ പോയി ബില്ല് അടച്ചിട്ട് പിന്നെ ഞാൻ റേഷൻ കടയിലോട്ട് പോകുന്ന വഴിക്കാണല്ലോ. സോ നമ്മളൊരു റീസണിങ് ഉണ്ട്, നമുക്കൊരു പ്ലാനിങ് ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, റീസണിങ് ഉണ്ട്. ഞാൻ എങ്ങനെ പോകണ്ടേ, നടന്നു പോകണോ, ബൈക്ക് എടുത്തോട്ട് പോകണോ, അല്ലെങ്കിൽ കാറിൽ പോയിട്ട് വരാനോ, അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകണോ, എനിക്ക് തന്നെ പോകാൻ പറ്റുമോ,
തന്നെ ഒരുപക്ഷെ ഇന്ന് ഭയങ്കര ട്രാഫിക് ആയിരിക്കും, എനിക്ക് തനിച്ച് ഓടിക്കാൻ പറ്റത്തില്ല, എൻ്റെ കൂടെ ആരെങ്കിലും കൊണ്ടുപോകാം, ഒന്നീ ഫാമിലി മെമ്പേഴ്സിനെ ആരെങ്കിലും അല്ലെങ്കിൽ നെയ്ബേഴ്സിനെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു സിറ്റുവേഷൻ കാണും, ചേഞ്ച് എടുക്കുക, പേയ്മെൻറ്റിന് അവിടെ ചില്ലറ കാണത്തില്ല, നിങ്ങളുടെ കയ്യിൽ ചേഞ്ച് ഉണ്ടോ, ചേഞ്ച് തരിക, അപ്പോൾ പേഴ്സിൽ നിന്ന് ചേഞ്ച് എടുക്കുക, അതൊരു പ്രോബ്ലം സോൾവിങ് ആണ്. കണക്ക് കൂട്ടുക, അപ്പോൾ നമ്മൾ കറക്റ്റ് ചേഞ്ച് എടുത്ത് കൈ പിടിക്കുക, ഇതൊക്കെ മൊത്തം ബ്രെയിനിൻ്റെ ഫങ്ഷൻസാണ്. ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് ഇഷ്ടംപോലെ ഫങ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഗ്ലാസ്സിൽ പിടിക്കാൻ പോവുക, ഗ്ലാസ്സിൽ പിടിക്കുമ്പോഴത്തേന് അത് ചൂടാണെങ്കിൽ ഉടനെ നമ്മൾ കൈ വിഡ്രോ ചെയ്യും, അതൊരു റിഫ്ലെക്സ് ആണ്. അത് ഒരു ലോക്കൽ സർക്യൂട്ടിൽ നടക്കുന്ന ഒരു റിഫ്ലെക്സ് ആണ്, സ്പൈനൽ കോഡ് ലെവലിൽ നടക്കുന്ന ഒരു റിഫ്ലെക്സ് ആണ്. അത് ചൂട് കൈ നിന്നെടുക്കുക, അല്ലെങ്കിൽ തുണി തേക്കുമ്പോൾ ഈ ഇസ്ത്രീപ്പെട്ടി അയൺ ബോക്സിൽ അറിയാതെ കൈ തൊട്ടിട്ട് ഒന്ന് കൈ നമ്മൾ തിരിച്ച് വലിക്കുന്നത്, അതൊക്കെ റിഫ്ലെക്സ് എന്ന് പറയും. അത് ഒരു ലോക്കൽ സർക്യൂട്ടിൽ നടക്കുന്ന ന്യൂറൽ ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചൂടായിട്ട് അവിടെ ഗ്ലാസ് വെച്ചേക്കുന്ന ആവി പറക്കുന്നുണ്ട്, ഇത് ചൂടായിരിക്കും, അപ്പോൾ അതിൻ്റെ വക്കത്തെ പോയി പിടിക്കത്തുള്ളൂ, മൊത്തം ഗ്ലാസ്സിൽ കയറി പിടിക്കത്തില്ല. ഇതൊക്കെ ഒരു പ്രോസസ്സിംഗ് ആണ്. നമ്മുടെ ബ്രെയിനിൽ നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് ഇത് ചൂടായിരിക്കും, അത് ഫുൾ ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് ആണ്, ഫുൾ ഗ്ലാസ് പിടിച്ചാൽ ചൂട് പൊള്ളും, മേളിൽ പിടിച്ച് നോക്കാം, എന്നിട്ട് ഊതി നോക്കിയിട്ട് പതുക്കെ കുടിച്ച് നോക്കുക, ടേസ്റ്റ് നോക്കുക, ഇതൊക്കെ പ്രോസസ്സിംഗ് ആണ്. സോ ഇതൊക്കെ നമ്മൾ ഹയർ ഫങ്ഷൻസ് എന്ന് പറയും, ബ്രെയിനിൻ്റെ ഹയർ ഫങ്ഷൻസ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നടക്കുമ്പോൾ കണ്ണ് വെച്ച് നമ്മൾ സ്റ്റെപ്പിൻ്റെ ഡെപ്ത് മനസ്സിലാക്കുക. ഈ സ്റ്റെപ്പ് ശരിക്കും നല്ല ഇച്ചിരൂടെ ഡീപ്പാണ്, ഓരോ സ്റ്റെപ്പും ഓരോ ഹൈറ്റാണ്. ഇതാരാ ഈ സ്റ്റെപ്പ് പണിഞ്ഞത്, ഇത് ഓരോന്നും ഓരോ ഹൈറ്റാണല്ലോ പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ ഒരു മിഡിൽ ഏജ്ഡ് പേഴ്സൺ ആണെങ്കിൽ ഒരുപക്ഷെ ഓവർ ഷൂട്ട് ചെയ്താലോ ഇല്ല അണ്ടർ ഷൂട്ട് ചെയ്താലോ കാല് വയ്ക്കുമ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതേസമയം പ്രായമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഓവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലിപ്പായി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം വരുന്ന കോംപ്ലിക്കേഷൻസ് അധികമാണ്. വീഴ്ച ഉണ്ടായ ചതവുണ്ടാകാം, പൊട്ടലുണ്ടാകാം, അല്ലെങ്കിൽ തല വേറെ എവിടെയെങ്കിലും പോയി ഇടിക്കുകയാണെങ്കിൽ അതുപോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. സോ ഇറ്റ് ക്യാൻ ബി ഡിഫറെൻറ്റ്. സോ അതിനൊക്കെ പ്രിപ്പയർഡായിട്ടിരിക്കുക, അതിനൊക്കെ ട്രെയിൻഡായിട്ടിരിക്കുക, അതിനൊക്കെ സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ടൈൽഡ് സർഫസിൽ കൂടെ നടത്തുന്നു, അതിനുള്ള ട്രെയിനിങ് വേറെ, അതൊരു നോർമൽ ട്രെയിനിങ് ആണ്. ഇറ്റ്സ് ഓൺ എ സ്റ്റേബിൾ സർഫസ്. അതേ വ്യക്തിയെ നമ്മൾ അൺസ്റ്റേബിൾ സർഫസിൽ നടത്തുന്നു. അപ്പോൾ അൺസ്റ്റേബിൾ സർഫസ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നീ ഒരു വളരെ ഹൈറ്റ് കുറഞ്ഞ ഒരു തിൻ എയർ ബെഡ് അല്ലെങ്കിൽ വാട്ടർ ബെഡ് അല്ലെങ്കിൽ നോർമൽ മാട്രസിൽ കൂടെ നടത്തുമ്പോൾ ഇച്ചിരൂടെ ചാലഞ്ചിങ് ആയിരിക്കും. സോ അവിടെ എന്താണ്, നമ്മൾ നോർമലി ഈ ടൈൽഡ് സർഫസ് നടക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ മസിൽസ് അവിടെ യൂസ് ചെയ്യാത്ത മസിൽസൊക്കെ നമ്മൾ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറിയ മസിൽസ് അല്ലെങ്കിൽ ഇന്നാക്ടിവേറ്റുള്ള മസിൽസ് എല്ലാം ആക്ടിവേറ്റ് ആകും. സോ അതെല്ലാം കൂടെ ആക്ടിവേറ്റ് ആകുമ്പോഴത്തേന് ആ പേഴ്സൺ ഇച്ചിരൂടെ പ്രിപ്പയർഡാണ് ഏത് സിറ്റുവേഷനും. സോ ഒരു സ്ലിപ്പ് വന്നാൽ ചിലപ്പോൾ ആ റിയാക്ഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കും. സോ അതാണ് അതിൻ്റേതായ അഡ്വാൻറ്റേജസ്. ഇപ്പോൾ ന്യൂറോ കോഗ്നിറ്റീവ് ഡൊമൈനും നമ്മൾ ട്രെയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ഒത്തിരി എൽഡർലി ഏജിൻ്റെ കുറേ ഫിസിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് അവിടെ ഹാൻഡിൽ ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. സോ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഇന്ന് നമ്മൾ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിനെ കുറിച്ചും ന്യൂറോ കൊഗ്നിറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചുമാണ് ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കിയത്. താങ്ക് യു ഡോക്ടർ. വെൽക്കം. വരും ദിവസങ്ങളിൽ നമുക്ക് വെൽനസിൻ്റെ എപ്പിസോഡിലൂടെ ബാക്കി കാര്യങ്ങളും കൂടെ ഡോക്ടറുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.